സക്കരിയ നബി. പ്രവാചകന്മാർക്ക് ലഭ്യമായ വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങൾ വിവരിക്കുന്ന അനേകം കഥകൾ നാം കേട്ടു. ഒരു പുത്രനു വേണ്ടിയുള്ള സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനയെ പരാമർശിച്ചുകൊണ്ട് തുടങ്ങുന്ന ഈ കഥയിൽ സവിശേഷമായ മറ്റൊരനുഗ്രഹത്തെക്കുറിച്ചാണ് നമുക്ക് കേൾക്കാനുള്ളത്. സച്ചരിതനും സ്നേഹനിധിയുമായ ഒരു പുത്രനെയാണ് അള്ളാഹുവോട് അദ്ദേഹം ചോദിച്ചത്. തൻ്റെയും യാക്കൂബ് കുടുംബത്തിൻ്റെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും അനന്തരമെടുക്കുന്ന ഒരാൺകുഞ്ഞിനെ. പ്രായമേറെയെത്തിയ സന്ദർഭത്തിലായിരുന്നു സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ അള്ളാഹുവിനോടുള്ള ഈ തേട്ടം. ശരീരം തീരെ ക്ഷീണിച്ചു പോയിരുന്നു, നര ബാധിച്ചിരുന്നു. തൻ്റെ പ്രിയതമ പ്രസവിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. പുത്രസൗഭാഗ്യം തീർത്തും അസംഭവ്യമായി തീർന്നിരുന്നു. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിൻ്റെ തേട്ടം സ്വീകരിച്ചു. ജനങ്ങളുടെ നിഗമനങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള, ചിരപുരാതനങ്ങളായ അനുഭവങ്ങളെ അസാധുവാക്കിക്കൊണ്ടുള്ള അത്യപൂർവമായ സംഭവമായിരുന്നു അത്. അള്ളാഹു സക്കരിയ നബിക്ക് വിവേകശാലിയായ ഒരു പുത്രനെ പ്രദാനം ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ പക്വതയും വിജ്ഞാനവും നൽകപ്പെട്ടു. ബാലനായിരിക്കെ തന്നെ ഗ്രന്ഥം നൽകപ്പെട്ടു. കരുണ, ധർമ്മനിഷ്ഠ, സൂക്ഷ്മത, മാതാപിതാക്കളോടുള്ള സൽപെരുമാറ്റം, ആർദ്രത, വിനയം എന്നീ ഗുണങ്ങളിൽ അദ്ദേഹം മികച്ചു നിന്നു. സക്കരിയ നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു മനക്കരുത്തു നൽകി. അള്ളാഹുവിൻ്റെ അപരിമേയമായ കഴിവുകൾ പ്രകടമാക്കിക്കൊണ്ടും അവൻ ആഗ്രഹിക്കുന്നതൊക്കെയും അവന് ചെയ്യാൻ കഴിയുമെന്ന വസ്തുത തെളിയിച്ചുകൊണ്ടുമുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. സൃഷ്ടികർമ്മത്തിലുള്ള ക്രമീകരണവും ക്രമാനുഗതിത്വവും ശരീരാവയവങ്ങളിൽ അവൻ ആഗ്രഹിക്കുന്നവയെ ചലനക്ഷമമാക്കുന്നതും അവൻ ഇച്ഛിക്കുന്നവയെ നിശ്ചലമാക്കുന്നതും അദ്ദേഹത്തിന് അവൻ കാണിച്ചു കൊടുത്തു. ഈ പ്രപഞ്ചം മുഴുക്കയും അള്ളാഹുവിൻ്റെ കരങ്ങളിലാണെന്നും ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയെയും ജീവനുള്ളവയിൽ നിന്ന് ജീവനില്ലാത്തവയെയും കൊണ്ടുവരുന്നവനാണ് അള്ളാഹുവെന്നും അവൻ ഇച്ഛിക്കുന്നവർക്ക് കണക്കറ്റ വിഭവങ്ങൾ അവൻ നൽകുമെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇമ്രാന്റെ ഭാര്യയുടെ നേർച്ച. ഇമ്രാന്റെ ഭാര്യ അള്ളാഹുവിനെയും അവൻ്റെ മതത്തെയും അളവറ്റു സ്നേഹിച്ച മഹതിയായിരുന്നു. തനിക്കൊരാൺകുഞ്ഞ് പിറക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ മതത്തിൻ്റെയും സേവനത്തിനായി സമർപ്പിക്കുമെന്ന് അവർ നേർച്ച നേർന്നു. സത്യമതത്തിനും ദൈവദാസന്മാർക്കും തൻ്റെ കുഞ്ഞ് പ്രയോജനം ചെയ്യുമാറാകണമെന്നും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ജനങ്ങളെ സത്യസരണിയിലേക്ക് ക്ഷണിക്കുന്നവനും മാർഗദർശികളായ നേതാക്കളിൽ ഒരാളും ആക്കി തീർക്കണമെന്നും അവർ അർത്ഥിച്ചു. നിഷ്കളങ്കയും വിശുദ്ധയുമായ ആ മഹദി ഒന്നാഗ്രഹിച്ചു. അള്ളാഹു ഉദ്ദേശിച്ചതാവട്ടെ മറ്റൊന്നും. ദൈവദാസന്മാർക്ക് കൂടുതൽ അനുഗുണമായതേതെന്ന് നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. ഒരു പെൺകുട്ടിയെയാണ് അവർ പ്രസവിച്ചത്. അവർ ദുഃഖപരവശയായി. അവർ മനോവ്യഥകളിൽ ആണ്ടുപോയി. എന്നാൽ അവർക്ക് പിറന്നത് ഒരു സാധാരണ പെൺകുഞ്ഞല്ലായിരുന്നു. ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും മറ്റാരെക്കാളും ജാഗ്രതയും നിഷ്ഠയും പുലർത്തിയ യുവതിയാണവർ. മതപരമായ വിഷയങ്ങളിൽ മറ്റാരെക്കാളും ആർജവവും ആവേശവും പ്രകടിപ്പിക്കുകയും ചെയ്തു. അവർ ഒരു സ്ത്രീയാവണമെന്ന് നിശ്ചയിച്ചവൻ അള്ളാഹുവാണ്. പ്രവാചകത്വം അതിൻ്റെ സവിശേഷ സ്വഭാവം കാരണമായി പുരുഷന്മാർക്ക് മാത്രം അർഹതപ്പെട്ട ഒരു പദവിയാണ്. അവർ ഒരു പ്രവാചകന്റെ മാതാവാകണമെന്നായിരുന്നു ദൈവനിശ്ചയം. ഖുർആന്റെ വിവരണം ശ്രവിക്കുക. ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം: നാഥ, എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞുവെക്കാൻ ഞാൻ നേർന്നിരിക്കുന്നു. നീ എന്നിൽ നിന്ന് അത് സ്വീകരിക്കണമേ. നിശ്ചയം നീ കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞു: ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയല്ലോ. അവർ പ്രസവിച്ചതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവനത്രേ അള്ളാഹു. ആൺകുഞ്ഞ് പെൺകുഞ്ഞിനെ പോലെയല്ല. ഞാൻ അവൾക്ക് മറിയം എന്ന പേര് വിളിച്ചിരിക്കുന്നു. അവളെയും സന്തതികളെയും ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കാനായി നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. മറിയം സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ പരിചരണത്തിലാണ് കഴിഞ്ഞത്. അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും അവർക്കുണ്ടായിരുന്നു. നിശ്ചിത പ്രദേശങ്ങളിലും നിർണിത കാലാവസ്ഥയിലുമായി മാത്രം വിളയുന്ന പഴവർഗ്ഗങ്ങളും ഫലങ്ങളും സ്ഥലകാല പരിഗണന കൂടാതെ യഥേഷ്ടം മറിയമിന് നൽകിക്കൊണ്ട് അള്ളാഹു അവരെ ആദരിച്ചു. മറിയം അതിൽ നിന്ന് ഭക്ഷിച്ചു. അതിൽ നിന്നൊരു പങ്ക് ദാനം ചെയ്തു.
ഖുർആന്റെ വിവരണം കേൾക്കുക. അവളുടെ രക്ഷിതാവ് അവളെ സസന്തോഷം സ്വീകരിച്ചു. അവളുടെ സംരക്ഷണ ചുമതല സക്കരിയയെ ഏൽപ്പിക്കുകയും ചെയ്തു. മിഹ്റാബിൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം സക്കരിയ അവളുടെ സമീപം ഭക്ഷണം കാണുമായിരുന്നു. സക്കരിയ ചോദിച്ചു, മറിയം, നിനക്കിതെവിടെ നിന്ന് കിട്ടി? അവൾ മറുപടി പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. അള്ളാഹു അവരുദ്ദേശിക്കുന്നവർക്ക് പരിധിയില്ലാതെ നൽകുന്നു. പ്രതീക്ഷ ജനിക്കുന്നു. സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ മനസ്സിൽ അള്ളാഹു ഒരു തോന്നലുണ്ടാക്കി. തനിക്ക് വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നു. പ്രായാധിക്യത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങൾ പ്രകടമായിരിക്കുന്നു. നര ബാധിച്ചിരിക്കുന്നു. ഭാര്യയാവട്ടെ വന്ധ്യയും. ഇനി തനിക്ക് പുത്രസൗഭാഗ്യം തീർത്തും അസംഭവ്യം തന്നെ. എങ്കിലും നിർണിത സ്ഥലകാലങ്ങളിലായി വിളയുന്ന ഫലവർഗ്ഗങ്ങൾ സ്ഥലകാലങ്ങൾ ഭേദിച്ച് മറിയമിന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവിന് ഈ വാർദ്ധക്യത്തിൽ തനിക്കൊരു പുത്രനെ ദാനമായി നൽകാനും കഴിയും. ഇതായിരുന്നു അള്ളാഹു സക്കരിയ നബിയുടെ മനസ്സിലുണർത്തിയത്. അദ്ദേഹം ഹർഷപുളകിതനായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പുത്തൻ പ്രതീക്ഷകൾ ഉണർന്നു. അദ്ദേഹം പ്രാർത്ഥനാനിരതനായി. എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ ഉത്തമനായ സന്താനത്തെ നിന്റെ കഴിവിനാൽ പ്രദാനം ചെയ്യണമേ. നിശ്ചയം പ്രാർത്ഥന കേൾക്കുന്നവനാണു നീ. അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥന സഫലമാകാൻ മലാഖമാരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അടുത്തു തന്നെ പിറക്കാനിരിക്കുന്ന സച്ചരിതനായൊരു പുത്രനെക്കുറിച്ച് അദ്ദേഹത്തിന് അള്ളാഹു ശുഭവാർത്തയറിയിച്ചു. പുലരാനിരിക്കുന്ന അസാധാരണവും അത്യപൂർവവുമായ ഈ സംഭവത്തിൻ്റെ സാധ്യതയ്ക്ക് തെളിവുകൾ വേണമെന്നായി സക്കരിയ നബി. മനുഷ്യൻ ധൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണല്ലോ. സക്കരിയ നബി ഇപ്രകാരം പ്രാർത്ഥിച്ചു, നാഥ, എനിക്ക് ഒരടയാളം പ്രത്യക്ഷപ്പെടുത്തി തരണമേ. അള്ളാഹു പറഞ്ഞു, 3 ദിവസം ആംഗ്യഭാഷയിലല്ലാതെ നിനക്ക് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതിരിക്കുകയെന്നതാണ് അതിൻ്റെ അടയാളം. നീ രക്ഷിതാവിനെ ധാരാളമായി സ്മരിക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. വസ്തുക്കളുടെ പ്രത്യേകതകൾ മാറ്റിമറിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് സംസാരശേഷിയുള്ള നാവിനെ ഒരക്ഷരം ഉരിയാടാനാവാൻ ശേഷിയില്ലാത്തതാക്കി തീർക്കാൻ കഴിയും. എന്തും കൊടുക്കാനും എന്തും തടയാനും ശക്തിയും അധികാരമുള്ളവനുമാണവൻ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിലും കുടുംബത്തിലും പ്രത്യക്ഷപ്പെട്ടു. ഒരു സുദിനത്തിൽ യഹിയ പിറന്നു. സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ കണ്ണുകൾ കുളിർത്തു. ഖുർആൻ വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. സക്കരിയയെയും സ്മരിക്കുക. നാഥ, എന്നെ അനന്തരന്മാർ ഇല്ലാത്തവനായി ഉപേക്ഷിക്കരുതേ. നീ തന്നെയാണല്ലോ അത്യുത്തമനായ അനന്തരാവകാശി എന്നദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം. അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. അദ്ദേഹത്തിന് യഹിയയെ നൽകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഗർഭധാരണത്തിന് യോഗ്യയാക്കുകയും ചെയ്തു. ഉത്തമമായ കാര്യങ്ങൾക്ക് ധൃതി കൂട്ടുന്നവരായിരുന്നു അവർ. പ്രത്യാശയോടും ഭയത്തോടും കൂടി നമ്മോട് പ്രാർത്ഥിക്കുന്നവരും നമ്മോട് വിനയം കാണിക്കുന്നവരുമായിരുന്നു അവർ. യഹിയ തൻ്റെ മാതാപിതാക്കൾക്ക് കൺകുളിർമ ചൊരിഞ്ഞു. മഹാനായ പിതാവിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം അള്ളാഹുവിലേക്കും സത്യമതത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കാൻ ഉത്സാഹം കാണിച്ചു. ചെറുപ്പത്തിൽ തന്നെ ആദരണീയതയുടെ അടയാളങ്ങൾ ആ വ്യക്തിത്വത്തിൽ പ്രത്യക്ഷമായി. ബാലനായിരിക്കെ തന്നെ ഉത്സാഹപൂർവം വിജ്ഞാനം കരഗതമാക്കി. സ്നേഹത്തിലും ധർമ്മനിഷ്ഠയിലും മാതാപിതാക്കളോടുള്ള സൽപെരുമാറ്റത്തിലും അദ്ദേഹം സമാന മനസ്കരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു. ദൈവവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുക. കുട്ടിയായിരിക്കെ തന്നെ നാം അദ്ദേഹത്തിന് ജ്ഞാനം നൽകി. നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും വിശുദ്ധിയും നൽകി. ധർമ്മനിഷ്ഠയുള്ളവനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ക്രൂരനോ അനുസരണം കെട്ടവനോ അല്ലായിരുന്നു. ജനനനാളിലും മരണനാളിലും ഉയിർത്തെഴുന്നേൽപ്പ് നാളിലും അദ്ദേഹത്തിന് സമാധാനം.